നമസ്കാരം. ഇന്ന് നല്ലൊരു ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് പ്രമേഹം, അമിതവണ്ണം, ഫാറ്റി ലിവർ, പോളിസിസ്റ്റിക് ഓവറി എന്ന് വേണ്ട എല്ലാത്തരം ജീവിതശൈലി രോഗങ്ങൾക്കും കിഡ്നിയുടെ അസുഖം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ബെസ്റ്റ് ഡയറ്റാണിത്, ബെസ്റ്റ് ഡിഷാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമുക്ക് ഇൻസുലിൻ കൂടുതലായിട്ട് വരുന്നതാണ്, നമ്മൾ ആഹാരം കഴിക്കുമ്പം ഇൻസുലിൻ പെട്ടെന്ന് ചാടി വരുന്നതാണ് നമ്മളുടെ ശരീരത്തിനെ പ്രായമാക്കുന്ന ഘടകം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അതേസമയം ഇൻസുലിൻ എത്ര കുറഞ്ഞ, അതാണ് ഇപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റ് തന്നെ അതാണ്. ഇൻസുലിൻ അപ്പോൾ ഈ നമ്മൾ 16 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ടൈമിൽ ഇൻസുലിൻ ഒരു പണിയില്ല, ഇൻസുലിൻ വരികയില്ല. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ അതിനും പകരമുള്ള പ്രതിപ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ശരീരം ശുദ്ധമാവുന്നു, വൃത്തിയാവുന്നു, ശരീരം ആക്റ്റീവ് ആവുന്നു. സത്യം പറഞ്ഞാൽ വിശപ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനർജി കൂടുതലാണ് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗ്രോത്ത് ഹോർമോൺ കൂടുകയാണ്. ഗ്രോത്ത് ഹോർമോൺ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ആരോഗ്യവും ആയുസ്സും കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇൻസുലിൻ കൂടുതലായിട്ട് വന്നാൽ ആരോഗ്യം കുറയുകയും ആയുസ് കുറയുകയും ചെയ്യും എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മൾ പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കാതിരിക്കണമെന്നല്ല. ഇങ്ങനെ ഒരു സമയം വെച്ചിട്ട് ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുകയും അതോടൊപ്പം തന്നെ ബ്ലാക്ക് ടീ കുടിക്കാം, അല്ലെങ്കിൽ കോഫി കുടിക്കാം, ആപ്പിൾ സിഡർ വിനിഗർ കുറച്ച് വെള്ളത്തിൽ കലക്കി കുടിക്കാം, ലേശം നാരങ്ങാനീര് ചേർത്ത് കുടിക്കാം. നാരങ്ങാനീര് കൂടുതലാവരുത്, വളരെ ചെറിയ അളവിൽ നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റിയിൽ നാരങ്ങ വെള്ളം കുടിക്കാം. അതിന് പഞ്ചസാര ഉപ്പും ഒന്നും ചേർക്കാതെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ധാരാളം വെള്ളം കുടിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള ഒരു ഭക്ഷണവും കലോറി അല്ലെങ്കിൽ അന്നജം, അല്ലെങ്കിൽ ഒരു കലോറി എന്ന് പറയുമ്പോൾ അന്നജം മാത്രമല്ല, പ്രോട്ടീനും എല്ലാം അത് കലോറി ഉള്ളതാണ്. അപ്പോൾ അതെല്ലാം തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഇതുപോലെ വെള്ളം മാത്രം ഈ 16 മണിക്കൂർ കഴിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സമയം, അപ്പം വൈകിട്ട് 6 മുതൽ രാവിലെ 10 വരെ ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്തതിന് ശേഷം കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ, അത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കും അല്ലാത്തവർക്കും പറ്റിയ ബെസ്റ്റായിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു നല്ല ഒരു ഡിഷാണ് ഇന്നത്തേത്. ഇത് ശരിക്കും പറയാൻ ഗ്രീൻ പീസ്, നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സും ഗ്രീൻ പീസും കപ്പലണ്ടിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നല്ല ഉപ്മാവ്. എക്സലൻറ്റ് ടേസ്റ്റാണ്. ഞാനിത് സത്യം പറഞ്ഞാൽ എനിക്കിത് പറഞ്ഞപ്പോഴേ വായിൽ വെള്ളം ഊറുകയാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു പ്രയാസവുമില്ല. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. ഒന്ന്, നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ്. ഞാനിത് ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിപ്പോൾ ഉപ്പുമാവുമ്പോൾ മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക. തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ഫോം ചെയ്യാൻ വേണ്ടി തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതിനകത്തുള്ള അന്നജത്തിൻ്റെ അംശം മുഴുവനും നമ്മുടെ ശരീരത്തിലേക്ക് ആഗീകരണം ചെയ്യുകയില്ല. അതാണ് റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച്. അതുമാത്രമല്ല, അങ്ങനെ ഉണ്ടാകുന്ന ബാക്കി റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് നമ്മുടെ വയറിനകത്തുള്ള മൈക്രോഫ്ലോറയുടെ ഭക്ഷണമാവുകയും അത് ശരിക്ക് വേറെ പലതരം മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സായി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ പോസിറ്റീവ് ഫൈൻഡിങ്സ് ഉള്ള ഒരു കാര്യമാണ് റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച്. അപ്പോൾ ഇത് റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ധാരാളമുള്ള ഒരു സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. അതായത് വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് തലേ ദിവസം വിട്ട് വെച്ചാലേ ഇത് ശരിയാവും. ചോറും അതുപോലെ വയ്ക്കാം. നമ്മൾ പഴങ്കഞ്ഞിയും പഴഞ്ചോറും ഒക്കെ അതിന് എക്സാമ്പിളാണ്. പക്ഷേ എപ്പോഴും കഴിയുന്നത് ഈ വിഷമില്ലാത്ത സംഭവങ്ങൾ വാങ്ങിക്കാൻ നോക്കണേ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം. പിന്നെ ഗ്രീൻ പീസ് വേവിച്ചത്. അപ്പോൾ ഇതൊരു 30 ഗ്രാമാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഏകദേശം 30 ഗ്രാമുണ്ട്. അതിനോടൊപ്പം കപ്പലണ്ടി നമുക്ക് ഇതൊരു 15-20 ഗ്രാം എടുത്തിട്ടുണ്ട്. വറുത്ത കപ്പലണ്ടിയാണ്. പിന്നെ ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു 1-2 ടീസ്പൂൺ മതിയാവും. പിന്നെ സവാള ആവശ്യത്തിന് ഒരു 50 ഗ്രാമുണ്ട് സവാള. അതോടൊപ്പം നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. നല്ല നെയ്യ് നോക്കി വാങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് വിതിൻ 5 മിനിറ്റ്സ് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. നെയ്യ് 5 ഗ്രാം നെയ്യ് ചേർക്കാം. ഇഞ്ചി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം.
നല്ല ഒറിജിനൽ നെയ്യാണെങ്കിൽ നല്ല മണം വരും. അത് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ സവാള ചേർക്കാം. നെയ്യെടുത്തപ്പം കലോറി മൂല്യം കൂടിയോ എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ഇതിനകത്ത് ഈ ഒരു ഗ്ലൈസമിക് ലോഡ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. ഈ സവാളയ്ക്ക് ഗ്ലൈസമിക് ലോഡ് 10 താഴെയാണ്, വളരെ കുറവാണ്. നമുക്ക് ക്യാരറ്റ് ഞാൻ ആദ്യം വിട്ടുപോയതാണ്, എടുത്തുകൊണ്ട് വന്നപ്പോൾ മറന്നുപോയി. ക്യാരറ്റ് ഇടണം. ക്യാരറ്റിനും അതുപോലെ തന്നെ ഗ്ലൈസമിക് ലോഡ് വളരെ കുറവാണ്. ഏറ്റവും നല്ല ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ്. പലരും പ്രമേഹമുണ്ടെങ്കിൽ ക്യാരറ്റ് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് അത് വെറുതെയാണ് കേട്ടോ. ക്യാരറ്റ് കഴിക്കാം. പിന്നെ ഒത്തിരി അങ്ങ് വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. സോട്ട് ചെയ്താൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. പിന്നെ പച്ചമുളക് അരിഞ്ഞത്, ഗ്രീൻ പീസ് ചേർക്കാം. ഇതിനകത്തേക്ക് എല്ലാം ഞാനിപ്പോൾ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഗ്ലൈസമിക് ലോഡ് വളരെ കുറവാണ്. ഗ്രീൻ പീസിൽ ടോട്ടലായിട്ടുള്ള കലോറി 100 ഗ്രാമിൽ വെറും 87 കലോറിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലൈസമിക് ലോഡ്, ഇതിനകത്ത് പ്രോട്ടീനും ഫൈബറും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്ലൈസമിക് ലോഡ് വളരെ കുറവാണ്. സ്റ്റീൽ കട്ട് ഓട്സ് വേവിച്ചത് ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്താണ് വേവിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൊന്നും ഉപ്പ് ചേർക്കാതിരുന്നത്. ധൈര്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ അസുഖമുള്ളവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. കപ്പലണ്ടിയും കൂടെ ചേർക്കാം. കപ്പലണ്ടി വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കാം, ചെറുതാക്കി ഒന്ന് പൊടിച്ചും കൂടെ ചേർക്കാം. നമുക്ക് പാചകം കഴിഞ്ഞ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മണമുണ്ട്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ റംസാൻ മാസത്തിൽ നമുക്ക് മുസ്ലിം സുഹൃത്തുക്കൾക്കായി പറ്റിയ ഒരു ഡിഷാണ്. അവർക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കഴിക്കാം, അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്തൊരു ഭക്ഷണം നിർത്തുന്ന സമയമുണ്ടല്ലോ അപ്പോഴും കഴിക്കാം. ഇതൊന്ന് തയ്യാറാക്കി വെച്ചാൽ മതി. ഇതിനകത്തില്ലാത്ത പോഷകങ്ങളില്ല എന്ന് തന്നെ പറയാം. എല്ലാം പോഷകങ്ങളുടെ കലവറയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പ്രോട്ടീൻ്റെ പ്രസൻസാണ്. വളരെ കൂടുതൽ പ്രോട്ടീനാണുള്ളത്. ഗ്രീൻ പീസ് ഇപ്പം കാലറി വൈസ് നോക്കുമ്പം ഇതിനകത്ത് വളരെ കൂടുതൽ കാലറി ഇല്ല. 30 ഗ്രാം ഓട്സിനകത്ത് മാക്സിമം ഞാൻ പറയാം ഒരു 100 കലോറിക്കകത്തേ ഉള്ളൂ. അതോടൊപ്പം തന്നെയാണ് ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് 30 ഗ്രാം എന്ന് പറയുമ്പോൾ 50 ഗ്രാമിനകത്ത് ഒരു 40 ആണെങ്കിൽ 30, ഏകദേശം ഒരു 30 കലോറി, അപ്പം 130. പിന്നെ ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് എടുത്തോ 25, അതിനകത്തും വളരെ 10-20 കലോറിയേ ഉള്ളൂ. പിന്നെ കപ്പലണ്ടിക്കകത്ത് കുറച്ച് കലോറി ഉണ്ട്. 100
ഗ്രാമിന് ഏകദേശം 500 കലോറിയാണ്. ഇതിൽ ഞാൻ 10 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ 50 കലോറി അതിൽ വന്നിട്ടുണ്ട്. പിന്നെ വേറെ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ എങ്ങനെ ഇത് പോയാലും ഒരു 200-250 കലോറി. നെയ്യുടേത് കുറച്ചുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. 10 ഗ്രാമിന് ഏകദേശം 90 കലോറി വരും. അപ്പോൾ ഇതെല്ലാം തന്നെ പോഷകങ്ങളും അതുപോലെ തന്നെ ഔഷധക്കൂട്ടെന്ന് പറയാം. വിശപ്പ് വരികയില്ല. അതാണ് ഈ പ്രോട്ടീൻ, ഹൈ കോൺസെൻട്രേഷൻ പ്രോട്ടീൻ ആണെങ്കിൽ വിശപ്പ് വരത്തില്ല. ഭയങ്കര ഫില്ലിംഗ് ആണ്, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം നിങ്ങൾ അന്നജം കൂടുതലുള്ള കഴിച്ചു നോക്ക്, നിങ്ങൾക്ക് ക്ഷീണമായിരിക്കും. ഒരു 3-4 ഇഡ്ഡലിയും കഴിച്ചിട്ട് കുറച്ച് സാമ്പാറും ചമ്മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ശരിക്കും പറഞ്ഞൊരു മയക്കമാണ് വരുന്നത്. അതേസമയം അതിന് പകരം ഒരു 2 മുട്ട, അതല്ലെങ്കിൽ കൂടുതൽ ഇതുപോലെയുള്ള ഒരു റെസിപ്പി ആയിക്കോട്ടെ, നിങ്ങൾക്കിപ്പോൾ മുട്ടയും അപ്പം മറ്റുള്ള ഈ നോൺ വെജ് ഐറ്റംസ് ഒന്നും വേണ്ട. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരേപോലെ നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീൻ എക്സലൻ്റ് ആയിട്ട് കിട്ടാൻ പറ്റിയ ഒരു ഡിഷാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാവരും ഇത് തയ്യാറാക്കി കഴിക്കുകയും എന്നോട് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കമൻറ്റ് ഇടണം കേട്ടോ. റംസാൻ മാസത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കായി ഞാൻ ഈ ഒരു ഡിഷ് ഇന്ന് ഞാൻ സമർപ്പിക്കുകയാണ്. തീർച്ചയായും ഇതിൻ്റെ വിവരങ്ങൾ എന്നെ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം.